സ്കൂൾ തുറന്ന സമയമാണ്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ സ്കൂളുകൾ തുറന്ന് പഠനരംഗത്തേക്ക് അവധിക്കാലം കഴിഞ്ഞ് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ നേരത്തെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ദിക്റ് ചൊല്ലിക്കൊടുത്ത് ശീലമാക്കുക. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴുള്ള ദിക്റ് ചൊല്ലിക്കൊടുക്കുക. അങ്ങനെ മക്കളെ ചെറുപ്പത്തിലെ ദിക്റ് ചൊല്ലി അതുപോലെ ഇബാദത്ത് ചെയ്യിപ്പിച്ച് അവരെ നമ്മൾ നല്ല പരിശീലനം കൊടുത്ത് വളർത്തിയാൽ ആ മക്കൾ നല്ലവരായി ജീവിച്ചു വളർന്ന് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്രദമായ മക്കളാകും. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഈ കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ ഭീഷണി കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഭീഷണിയാണ്. അതിലൊന്നും നമ്മുടെ മക്കൾ പെട്ടുപോകരുത്. ആ മക്കൾക്ക് നാം വീടകങ്ങളിൽ നിന്ന് ധാരാളം സ്നേഹം കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് നാം കൂടുതൽ സ്നേഹം കൊടുത്താൽ നമ്മുടെ മക്കൾ നമ്മളെ മറന്ന് വഴിവിട്ട ജീവിതത്തിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് പുതിയ കാലത്ത് നമ്മുടെ മക്കളെ തിന്മയിൽ നിന്ന് പിടിച്ചു നിർത്താൻ അവർക്ക് നാം സ്നേഹം കൊടുക്കലാണ് ഒരു പരിഹാരം. മറ്റൊരു പരിഹാരം നമ്മുടെ മക്കളെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിലേക്ക് പറഞ്ഞേക്കുക. SSF എന്ന സംഘടനാ സംവിധാനത്തിലൂടെ നമ്മുടെ മക്കളെ വളർത്തുക. SYS മുസ്ലിം ജമാഅത്തും നമ്മുടെ മഹല്ല് സംവിധാനങ്ങളൊക്കെ നടത്തുന്ന ആത്മീയ വേദികളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുക. നല്ല സ്വാലിഹീങ്ങളുമായി നല്ല ഒരു ബന്ധം നമ്മുടെ മക്കൾക്ക് നാം സ്ഥാപിച്ചു കൊടുക്കുക. അവർക്ക് വേറെ വഴിയിലേക്ക് നീങ്ങാതിരിക്കാൻ അവർക്ക് നല്ല നന്മയുടെ ഒരു വഴി നമുക്ക് തെരഞ്ഞെടുത്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മക്കളെ നാം മറ്റുള്ള മാർഗങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കാനുള്ളൊരു മാർഗമെന്നുകൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.